നമസ്കാരം. പ്രധാന വാർത്തകൾ. സോളാർ വിഷയത്തിൽ പ്രതിപക്ഷവും സർക്കാരും തെരുവുയുദ്ധത്തിനൊരുങ്ങുന്നു. ജനകീയ സമരം കേന്ദ്രസേനയെ ഉപയോഗിച്ച് അടിച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി LDF നേർക്കുനേർ. മഴ മാറി മാനം തെളിഞ്ഞിട്ടും കാലവർഷം വിതച്ച ദുരിതങ്ങൾ വിട്ടൊഴിയുന്നില്ല. പ്രതിസന്ധികളുടെ നടുവിൽ ജനം വലയുന്നു. നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ട് റോഡ് തകർന്നാൽ കരാറുകാരനെതിരെ നടപടിയെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധവുമായി കരാറുകാർ രംഗത്ത്. സാങ്കേതികത്വം പരിഗണിക്കാതെ റോഡിന് ഉറപ്പു നൽകാനാവില്ലെന്ന് അസോസിയേഷൻ. വാർത്തകൾ തുടരുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തിങ്കളാഴ്ച ആരംഭിക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം സർവ്വസന്നാഹങ്ങളും ഉപയോഗിച്ച് നേരിടാൻ സർക്കാർ തയ്യാറെടുക്കുന്നു. പ്രവർത്തകരെ അതത് സ്ഥലങ്ങളിൽ വെച്ച് അറസ്റ്റ് ചെയ്യുന്നതടക്കം കർശന നടപടികൾക്ക് ഒരുങ്ങുകയാണ് പോലീസ്. LDFന്റെ സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം നേരിടാൻ കച്ചമുറുക്കിയിറങ്ങിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ. സമരക്കാരെ ആട്ടിയോടിക്കാൻ പോലീസിനെ കയറൂരി വിടാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. വിവിധ ജില്ലകളിൽ നിന്നും സമരത്തിനെത്തുന്ന LDF പ്രവർത്തകരെ ജില്ലാ അതിർത്തിയിലോ അതത് സ്ഥലങ്ങളിലോ വെച്ച് അറസ്റ്റ് ചെയ്യാനാണ് പോലീസിന് നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രവർത്തകർ വരുന്ന വാഹനങ്ങളുടെ പെർമിറ്റ് റദ്ദാക്കാനും തീരുമാനിച്ചു. നഗരത്തിൽ നിരോധനാജ്ഞ പ്രഖ്യാപിക്കണമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. പള്ളിപ്പുറത്തെ CRPF ക്യാമ്പിൽ നിന്നും 2000-ഓളം കേന്ദ്രസേനാ അംഗങ്ങളെയാണ് സമരം നേരിടാൻ നിയോഗിക്കുന്നത്. പഞ്ചാബ്, രാജസ്ഥാൻ എന്നിവിടങ്ങളിൽ നിന്ന് ഏതാനും കമ്പനി CRPFകാർ സമരം നേരിടാനെത്തും. ഞായറാഴ്ചയോടെ കേന്ദ്രസേന തലസ്ഥാന നഗരത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കും. ഉപരോധ സമരത്തിന് മുമ്പ് സമരക്കാർ നഗരത്തിൽ തങ്ങാമെന്നത് മുന്നിൽ കണ്ട് നഗരത്തിലെ ഹോട്ടലുകൾക്ക് പോലീസ് നോട്ടീസ് നൽകി. സമരത്തിനെത്തുന്ന പ്രവർത്തകരെ ഹോട്ടലുകളിൽ താമസിപ്പിക്കരുതെന്നാണ് നൽകിയിരിക്കുന്ന നിർദ്ദേശം. കേന്ദ്രസേനയ്ക്കും പോലീസിനും താമസ സൗകര്യം ഒരുക്കണമെന്നും നോട്ടീസിലുണ്ട്. തലസ്ഥാനത്തെ സർക്കാർ സ്കൂളുകൾക്കും കോളേജുകൾക്കും നോട്ടീസ് നൽകും. സമരക്കാർ KSRTC ബസ്സിലെത്താനുള്ള സാഹചര്യം കണക്കിലെടുത്ത് ദീർഘദൂര ബസ് സർവീസ് വെട്ടിച്ചുരുക്കാൻ KSRTCക്ക് സർക്കാർ നിർദ്ദേശം നൽകിക്കഴിഞ്ഞു. സെക്രട്ടേറിയറ്റിലെ കണ്ടോൺമെന്റ് ഗേറ്റ് ഉപരോധിക്കാൻ ഒരു കാരണവശാലും അനുവദിക്കരുതെന്നാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ യോഗത്തിന്റെ തീരുമാനം. സർക്കാരിനെതിരായ ഒട്ടനവധി സമരങ്ങൾ നമ്മുടെ നാട്ടിൽ നടന്നിട്ടുണ്ട്. സെക്രട്ടേറിയറ്റ് ഉപരോധം ഉൾപ്പെടെയുള്ള നിരവധി സമരങ്ങൾക്കും നമ്മുടെ നാട് സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു സമരം അടിച്ചമർത്താൻ കേന്ദ്രസേനയുടെ സഹായം തേടുന്നതും പോലീസിന്റെ സർവ്വവിധ സന്നാഹങ്ങളെയും ഉപയോഗപ്പെടുത്തുന്നതും ചരിത്രത്തിൽ ഇതാദ്യമായാണ്. സോളാർ വിഷയത്തിൽ പ്രതിപക്ഷവും സർക്കാരും തെരുവുയുദ്ധത്തിന് തയ്യാറെടുക്കുന്നു. 12-ാം തീയതി മുതൽ നടക്കുന്ന സെക്രട്ടേറിയറ്റ് ഉപരോധം ചരിത്ര സംഭവമാക്കി മാറ്റാൻ തയ്യാറെടുക്കുകയാണ് LDF. എന്ത് വില കൊടുത്തും നേരിടുമെന്ന് സർക്കാർ. ഉപരോധത്തെ നേരിടാൻ കേന്ദ്രസേന ഇറക്കുമെന്നും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുമെന്നും സർക്കാർ വ്യക്തമാക്കി. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു. ഒരു വശത്ത് സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം അടിച്ചമർത്താൻ സർക്കാർ തയ്യാറെടുക്കുമ്പോൾ മറുവശത്ത് സമരം ഒറ്റക്കെട്ടായി നേരിടാനുള്ള തയ്യാറെടുപ്പിലാണ് LDF നേതൃത്വം. 22 ബറ്റാലിയനോളം കേന്ദ്രസേനയെയും ആയിരക്കണക്കിന് പോലീസുകാരെയും സമരം നേരിടാൻ വേണ്ടി സർക്കാർ നിയോഗിക്കുമ്പോൾ മറുവശത്ത് 1 ലക്ഷത്തോളം വോളണ്ടിയർമാരെ സെക്രട്ടേറിയറ്റ് വളയാനായി രംഗത്തിറക്കാനാണ് LDFന്റെ നീക്കം. പട്ടാളത്തെയും പോലീസിനെയും അപേക്ഷിച്ച് ജനങ്ങളാണ് വലിയ ശക്തിയെന്ന് കാട്ടിക്കൊടുക്കുമെന്നാണ് LDF നേതാക്കൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. നിരോധനാജ്ഞയ്ക്കും കേന്ദ്രസേനയുടെ ആക്രമണത്തിന് മുന്നിൽ മുട്ടുമടക്കാതെ സധൈര്യം അണികൾ ഉപരോധ സമരത്തിൽ അണിനിരക്കുമെന്ന LDF നേതാക്കളുടെ പ്രസ്താവന സർക്കാരിന് കടുത്ത തലവേദന സൃഷ്ടിച്ചിരിക്കുകയാണ്. അടിച്ചമർത്താനാണ് സർക്കാർ ശ്രമിക്കുന്നതെങ്കിലും ഉപരോധത്തിന് നിശ്ചയിച്ചിട്ടുള്ള പ്രവർത്തകർ എത്തുമെന്ന് LDF നേതാക്കൾ പ്രതികരിച്ചു. ഭരണസിരാ കേന്ദ്രം സ്തംഭിപ്പിക്കാനുള്ള LDF നീക്കം ഫാസിസമാണെന്ന് KPCC അധ്യക്ഷൻ രമേശ് ചെന്നിത്തല വ്യക്തമാക്കി. സെക്രട്ടേറിയറ്റ് ഉപരോധത്തെ ഏതു വിധേനെ നേരിടാനാണ് മുഖ്യമന്ത്രിയുടെ ഭാവമെങ്കിൽ അതിനെ അതിജീവിക്കാനുള്ള കരുത്ത് കേരളത്തിലെ ജനങ്ങൾക്കുണ്ടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞു. ഉമ്മൻചാണ്ടി രാജിവെക്കുന്ന നിമിഷം വരെ സമരം തുടരുമെന്നും പിണറായി വ്യക്തമാക്കി. ഇടതുമുന്നണിയുടെ സമരത്തെ ഏതു മാർഗം ഉപയോഗിച്ചും തടയാൻ ശ്രമിക്കുക വഴി മുഖ്യമന്ത്രി ഭരണകൂട ഭീകരത സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രതിപക്ഷ ഉപനേതാവ് കോടിയേരി ബാലകൃഷ്ണൻ പ്രതികരിച്ചു. സർക്കാർ എത്ര പ്രകോപനം സൃഷ്ടിച്ചാലും ജനാധിപത്യപരമായി പ്രഖ്യാപിച്ചിട്ടുള്ള സെക്രട്ടേറിയറ്റ് ഉപരോധത്തിന് നിശ്ചയിച്ചിട്ടുള്ള അത്രയും പ്രവർത്തകർ എത്തുമെന്നും കോടിയേരി പറഞ്ഞു. സെക്രട്ടേറിയറ്റ് ഉപരോധ സമരം സമാധാനപരമായിരിക്കുമെന്ന് LDF കൺവീനർ വൈക്കൻ മിഷൻ പറഞ്ഞു. നാടിന്റെ നന്മ കാംക്ഷിക്കുന്ന എല്ലാവരും ഉപരോധത്തിൽ അണിചേരണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. ഭരണസിരാ കേന്ദ്രം സ്തംഭിപ്പിച്ചുള്ള LDF നീക്കം ഫാസിസവും അപലപനീയവുമാണെന്ന് KPCC പ്രസിഡന്റ് രമേശ് ചെന്നിത്തല പറഞ്ഞു. ജനങ്ങളെ ദ്രോഹിക്കാൻ മാത്രമായി നടത്തുന്ന സമരത്തെ എതിർത്ത് തോൽപ്പിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. ഗവൺമെന്റ് ചീഫ് PC ജോർജിനെതിരെ വീണ്ടും കോൺഗ്രസിന്റെ പ്രമേയം. കോൺഗ്രസ് പൂഞ്ഞാർ നിയോജകമണ്ഡലം കമ്മിറ്റി പാസാക്കിയ പ്രമേയത്തിൽ കോൺഗ്രസ് എസും കേരള കോൺഗ്രസ് എമ്മും തമ്മിലുള്ള ബന്ധം തകർക്കാൻ ജോർജ് ശ്രമിക്കരുതെന്ന് ആവശ്യപ്പെടുന്നു.
കോൺഗ്രസ് പൂഞ്ഞാർ നിയോജകമണ്ഡലം നേതൃയോഗം അവതരിപ്പിച്ച പ്രമേയത്തിലാണ് പി.സി. ജോർജിനെ രൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചിരിക്കുന്നത്. ജോർജിന് ഇനിയും UDF വികാരം ഉൾക്കൊള്ളാനായിട്ടില്ലെന്ന് പ്രമേയത്തിൽ കുറ്റപ്പെടുത്തുന്നു. UDFനെ ദുർബലപ്പെടുത്തിയും LDFനെ അനുകൂലിച്ചും ജോർജ് നടത്തുന്ന പ്രസ്താവനകൾ UDF പ്രവർത്തകരോട് കാട്ടുന്ന വഞ്ചനയാണ്. എത്ര തന്ത്രങ്ങൾ മെനഞ്ഞാലും UDFിൽ നിന്നും ആരും LDFിലേക്ക് പോകുമെന്ന് ജോർജ് കരുതേണ്ടതില്ലെന്നും പ്രമേയത്തിൽ പറയുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും കേരള കോൺഗ്രസും തമ്മിലുള്ള 3.5 പതിറ്റാണ്ട് കാലത്തെ ബന്ധമാണ്. ആ ബന്ധം തകർക്കുവാൻ ഉള്ള ശ്രമം പി.സി. ജോർജിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാവരുത് എന്നുള്ള ഒരു പ്രമേയം പൂഞ്ഞാർ നിയോജക മണ്ഡലം കോൺഗ്രസ് നേതൃയോഗം പാസാക്കിയിരിക്കുകയാണ്. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഡോക്ടർ P.J. വർക്കി അധ്യക്ഷത വഹിച്ച നേതൃയോഗം KPCC സെക്രട്ടറി P.A. സലീം ഉദ്ഘാടനം ചെയ്തു. ജോമോൻ ഐക്കര, തോമസ് കല്ലാടൻ, KV കുര്യൻ, നൌഷാദ് ഇല്ലിക്കൽ, KS രാജു തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. ഇനിയൊരു ഇടവേള. ഹൃദയം തൊട്ടറിഞ്ഞ പാരമ്പര്യം. കണ്ണൻസ് കാഞ്ഞങ്ങാട്. മഞ്ഞു പെയ്യും വസന്തം. മലയാളിക്ക് എന്നും മംഗല്യകാലം. മംഗല്യപ്പട്ടിന് മറുനാട് തേടുന്ന മലബാറുകാരോടായി മാനത്തെ മാലാഖമാർ ചൊല്ലി. കാഞ്ഞങ്ങാട് കണ്ണൻസിലെ പട്ടല്ലേ? മലബാറിലെ മംഗമാരുടെ മംഗല്യപ്പട്ട് വർണ്ണ വസ്ത്രങ്ങളുടെ മായാ പ്രപഞ്ചവുമായി, വിവാഹ വസ്ത്രങ്ങളുടെ അമൂല്യ ശേഖരങ്ങളുമായി വീണ്ടും കണ്ണൻസ് കാഞ്ഞങ്ങാട് നിങ്ങളെ വിസ്മയിപ്പിക്കുന്നു. ഈ കല്യാണകാലം ആഘോഷമാക്കാൻ കണ്ണൻസ് കാഞ്ഞങ്ങാട്, മെയിൻ റോഡ്, കാഞ്ഞങ്ങാട്. ഫോൺ നമ്പർ 0467 220 4467. ജ്വല്ലറി കാഞ്ഞങ്ങാട് 916 പ്യൂരിറ്റി ഗോൾഡ്. ഏഴഴകാർന്ന വധുവിന് പൊന്നഴക് ചാർത്തും 916 സ്വർണ്ണാഭരണങ്ങൾ. വാർത്തകൾ തുടരുന്നു. നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ട് റോഡ് തകർന്നാൽ കരാറുകാരനെതിരെ നടപടിയെടുക്കുമെന്ന സർക്കാർ തീരുമാനത്തിനെതിരെ ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ രംഗത്ത്. വാഹനത്തിരക്കടക്കമുള്ള സാങ്കേതികത്വം പരിഹരിക്കാതെയുള്ള റോഡ് നിർമ്മാണത്തിന് ഉറപ്പു നൽകാനാവില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പത്തനംതിട്ടയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി. 2 മാസത്തിലേറെയായി തുടരുന്ന മഴയിൽ സംസ്ഥാനത്തെ ഒട്ടുമിക്ക റോഡുകളും തകർന്നിരുന്നു. തകർന്ന റോഡുകളിൽ ജീവൻ പൊലിയുന്നതും നിത്യസംഭവമായി മാറി. തുടർന്നാണ് നിർമ്മാണ തകരാർ മൂലം റോഡ് തകർന്നാൽ കരാറുകാരനെതിരെ നടപടിയെടുക്കാൻ കഴിഞ്ഞ ദിവസം ചേർന്ന മന്ത്രിസഭാ യോഗം തീരുമാനിച്ചത്. എന്നാൽ സുരക്ഷിത യാത്ര ഉറപ്പാക്കി റോഡുകളുടെ ദയനീയാവസ്ഥ പരിഹരിക്കാൻ ലക്ഷ്യമിട്ട മന്ത്രിസഭാ യോഗ തീരുമാനത്തിനെതിരായാണ് കേരള ഗവൺമെന്റ് കോൺട്രാക്ടേഴ്സ് അസോസിയേഷന്റെ നിലപാട്. സാങ്കേതികത പൂർണ്ണമായി പാലിക്കാത്ത റോഡുകളുടെ നിർമ്മാണത്തിന് ഉറപ്പു നൽകാനാവില്ലെന്ന നിലപാടിലാണ് അസോസിയേഷൻ ഭാരവാഹികൾ. ഓരോ റോഡിന്റെയും തിരക്ക്, വാഹനങ്ങളുടെ കേവ് ഭാരം, ഭൂമിയുടെ പ്രത്യേകതകൾ എന്നിവ പരിഗണിക്കാതെയാണ് സംസ്ഥാനത്തെ മിക്ക റോഡുകളുടെയും നിർമ്മാണം നടക്കുന്നത്. കൂടാതെ ഇന്ത്യൻ റോഡ് കോൺഗ്രസിന്റെയും മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിന്റെയും മാനദണ്ഡങ്ങളും ഇവിടെ പാലിക്കപ്പെടുന്നില്ല. ഇതുമൂലം മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്ന ഉറപ്പ് നൽകാൻ കഴിയില്ലെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ പറഞ്ഞു. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ തന്നെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് 10 കോടിയിൽ കവിഞ്ഞ വർക്കുകൾ. ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭ തന്നെ ഇപ്പൊ ചെയ്തിരിക്കുന്നത് 10 കോടിയിൽ കവിഞ്ഞ വർക്കുകൾ, വലിയ വർക്കുകൾ. അത്തരം വർക്കുകൾക്ക് സാങ്കേതികാനുമതി കൊടുക്കുന്ന ആ കമ്മിറ്റിയുടെ ചെയർമാനായി വെച്ചിരിക്കുന്നത് പൊതുമരാമത്ത് സെക്രട്ടറിയെയും ഇറിഗേഷനിലെ വർക്കുകൾക്ക് ഇറിഗേഷൻ സെക്രട്ടറിയാണ്. എന്നാൽ അവർ രണ്ടുപേരും മോശക്കാരെന്നുള്ള അർത്ഥത്തിലല്ല, പക്ഷേ അവർ രണ്ടുപേരും ടെക്നിക്കൽ ക്വാളിഫിക്കേഷൻ ഇല്ലാത്തവരാണ്. ശരിയായി മേൽനോട്ടം വഹിക്കാത്ത എഞ്ചിനീയർമാർക്കെതിരെ തുല്യ ശിക്ഷണ നടപടികൾ എടുക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ. മഴമാറി വെയിൽ തെളിഞ്ഞിട്ടും കരുതുള്ളിയ കാലവർഷം വിതച്ച ദുരിതങ്ങളിൽ ജനം വലയുന്നു. കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം ഇറങ്ങി തുടങ്ങിയെങ്കിലും എല്ലാം നശിച്ച അവസ്ഥയിൽ പ്രദേശവാസികളുടെ ജീവിതം പ്രതിസന്ധികളെ നേരിടുമ്പോൾ ഇവരെ സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ സർക്കാർ സമഗ്ര നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. മഴമേഘങ്ങൾ മാറി വെയിൽ തെളിഞ്ഞെങ്കിലും കാലവർഷം സമ്മാനിച്ച ദുരിതങ്ങൾ കോട്ടയത്തിന്റെ താഴ്ന്ന പ്രദേശങ്ങളിൽ നിന്നും വിട്ടൊഴിയുന്നില്ല. വെള്ളം കയറിയ വീടുകൾ ഉപേക്ഷിച്ചു പോയവർക്ക് തിരികെ ഇവിടേക്കെത്തുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരും. മഴവെള്ളത്താൽ വീട് ചുറ്റപ്പെട്ടെങ്കിലും ഇതുപേക്ഷിച്ചു പോകാൻ കഴിയാതെ ദുരിതങ്ങളോട് മല്ലിടുന്നവരും ഏറെയാണ്. കനത്ത വെള്ളപ്പൊക്കത്തിൽ കിഴക്കൻ പ്രദേശങ്ങളിലെ നിരവധി വീടുകളാണ് ഒറ്റപ്പെട്ടു പോയത്. പുറം ലോകവുമായി ബന്ധപ്പെടാൻ പോലും കഴിയാത്ത അവസ്ഥയിൽ അനിശ്ചിതത്വത്തിലേക്ക് മിഴിനട്ടിരിക്കുകയാണ് ഈ പ്രദേശത്തെ കുടുംബങ്ങൾ. കഴിഞ്ഞ വർഷത്തേക്കാൾ മഴ കനത്തതോടെ ദുരിതാശ്വാസ ക്യാമ്പുകളും ഇരട്ടിയായി. ഭക്ഷ്യധാന്യങ്ങളും മരുന്നുകളും ഉൾപ്പെടെയുള്ളവ സൗജന്യമായി വിതരണം ചെയ്യുന്നതോടൊപ്പം കാലവർഷത്തിന്റെ കെടുതികൾക്ക് ഇരകളായവരെ കൈപിടിച്ചുയർത്തുന്ന നടപടി സർക്കാർ സ്വീകരിക്കുമെന്ന് മന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അറിയിച്ചു. ദുരിതാശ്വാസ ക്യാമ്പുകൾ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നതിനേക്കാൾ നേരെ ഇരട്ടിയായി.
നമ്മുടെ ജില്ലയിൽ തന്നെ. കേരളം ഒട്ടാകെയും ആ ഒരു രൂപം നമുക്ക് കാണാൻ കഴിയും. ഗവൺമെൻറ് ഒരു ക്യാമ്പിൽ താമസിക്കുന്ന ഒരു കുടുംബത്തിന് അവർക്ക് 2000 രൂപ വെച്ച് കൊടുക്കുന്നതിന് നേരത്തെ തന്നെ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ അവരുടെ ഭക്ഷ്യസാധനങ്ങൾ അത് കൊടുക്കുന്നതിന് വേണ്ടി ക്രമീകരണമായി. ഇപ്പോൾ സാധാരണഗതിയിൽ വീട് വിട്ട് പെട്ടെന്ന് ഇറങ്ങിപ്പോരുന്ന ആളുകൾക്ക് അവർക്ക് ഒരു മറുവസ്ത്രം പോലും ഇല്ലാത്ത രൂപത്തിലായിരിക്കും വരിക. അങ്ങനെ ഒരു ദുഃഖസ്ഥിതി പോലും വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള മുൻകരുതൽ എന്നുള്ള നിലയിലാണ് അവരെയൊക്കെ സഹായിക്കണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുള്ളത്. മാലിന്യങ്ങൾ നിറഞ്ഞ ജലമൊഴുകിയെത്തുന്ന വീടുകളിൽ രോഗഭീഷണികളോട് മല്ലിടുന്ന ജനത്തിന് സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തുവാൻ ഇനിയും കാത്തിരിക്കേണ്ടി വരുമ്പോൾ കാലവർഷം ഇനിയും കലിതുള്ളിയെത്തല്ലേ എന്ന പ്രാർത്ഥനയിലാണ് പാവപ്പെട്ട ജനം. ആരോഗ്യം ക്ഷയിച്ചതോടെ വീട്ടുകാർ ഉപേക്ഷിച്ച വൃദ്ധപിതാവിനെ പത്തനാപുരം ഗാന്ധിഭവൻ ഏറ്റെടുത്തു. 2 വർഷത്തിലേറെയായി പത്തനംതിട്ട സ്വകാര്യ ബസ് സ്റ്റാൻഡിൽ താമസമാക്കിയിരുന്ന പത്തനംതിട്ട സ്വദേശി ജോണിനെയാണ് ഗാന്ധിഭവൻ ഏറ്റെടുത്തത്. 2 വർഷം മുമ്പ് വീട്ടുകാർ ഉപേക്ഷിച്ചതോടെയാണ് ജോൺ പത്തനംതിട്ടയിലെ സ്വകാര്യ ബസ് സ്റ്റാൻഡിനുള്ളിലെ ഒരു കടത്തിണ്ടയിൽ അഭയം തേടിയത്. കടവരാന്തയിൽ അന്തിയുറങ്ങി ടൗണിലെ ഒരു ടയർ റീട്രേഡിംഗ് സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു 53-കാരനായ ജോൺ. എന്നാൽ അടുത്ത കാലത്ത് രോഗബാധ മൂലം പണിക്ക് പോകാൻ കഴിയാതായതോടെ ഇയാൾ പട്ടിണിയിലുമായി. പിന്നീട് തൊട്ടടുത്ത് താമസക്കാരനും പത്തനംതിട്ട ഫയർഫോഴ്സ് യൂണിറ്റിലെ അസിസ്റ്റന്റ് ഫയർമാനുമായ ഹരിഹരൻ പിള്ളയാണ് ജോണിന് ഭക്ഷണം നൽകിയിരുന്നത്. ഒരാഴ്ചയായി ജോണിന്റെ നില കൂടുതൽ വഷളായതോടെ സാമൂഹ്യ പ്രവർത്തകയായ ഡോക്ടർ സുനിലിന്റെ സഹായം ഹരിഹരൻ പിള്ള തേടി. ഡോക്ടർ സുനിൽ പത്തനാപുരം ഗാന്ധിഭവന്റെയും സഹായം തേടുകയായിരുന്നു. വ്യാഴാഴ്ച രാവിലെ ഡോക്ടർ MS സുനിലിന്റെ നേതൃത്വത്തിൽ ഹരിഹരൻ പിള്ള, പോലീസ് SI മനുരാജ് എന്നിവർ ചേർന്നാണ് ഗാന്ധിഭവനു വേണ്ടി ജോണിനെ ഏറ്റെടുത്തത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സോളാർ വിഷയത്തിൽ പ്രതിപക്ഷവും സർക്കാരും തെരുവുയുദ്ധത്തിനൊരുങ്ങുന്നു. ജനകീയ സമരം കേന്ദ്രസേനയെ ഉപയോഗിച്ച് അടച്ചമർത്താനുള്ള നീക്കത്തിനെതിരെ പ്രതിഷേധവുമായി LDF നേർക്കുനേർ. മഴ മാറി മാനം തെളിഞ്ഞിട്ടും കാലവർഷം വിതച്ച ദുരിതങ്ങൾ വിട്ടൊഴിയുന്നില്ല. പ്രതിസന്ധികളുടെ നടുവിൽ ജനം വലയുന്നു. നിർമ്മാണത്തിലെ അപാകതകൾ കൊണ്ട് റോഡ് തകർന്നാൽ കരാറുകാരനെതിരെ നടപടിയെടുക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധവുമായി കരാറുകാർ രംഗത്ത്. സാങ്കേതികത്വം പരിഗണിക്കാതെ റോഡിന് ഉറപ്പു നൽകാനാവില്ലെന്ന് അസോസിയേഷൻ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. Jewelry, കാഞ്ഞങ്ങാട് 916 Purity Gold. 7 അഴകാർന്ന വധുവിന് പൊന്നഴക് ചാർത്തും 916 സ്വർണ്ണാഭരണങ്ങൾ.